ഞങ്ങൾക്കൊരിക്കലും പേടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട്, അക്കുണ്ട്, ദീപുണ്ട്, ഉമ്മച്ചിണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചായ കുടിക്കില്ല, 6 മണിക്ക് എണീറ്റിരിക്കുന്നു. ഇപ്പോൾ ചായ കുടിക്കില്ല. ഇപ്പോൾ വായ്പാൻ്റെ വീട്ടിൽ പോയിട്ട് വേണം ചായ കുടിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് നേരെ ബസ്സിൽ പോകും. അപ്പോൾ നമുക്ക് ബസ്സിൽ ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ വായ്പാൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടുത്തെ പാടം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ മഴ പെയ്തിട്ട് ഒരു ബ്യൂട്ടിഫുൾ പാടം. അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. വായ്പാൻ്റെ ഇനി ഇവിടുത്തെ എല്ലാവരും എടുക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. ഇനി സുമി വരാണ്ട്, അച്ഛ വരാണ്ട് അവരൊക്കെ വന്നിട്ട് പോകും. അവരൊക്കെ ഇങ്ങോട്ടില്ല വരാം. അവരൊക്കെ ഞങ്ങൾ ട്രാവലറിന്ന് ഓരോരോ സ്ഥലത്തേക്ക് എടുക്കാൻ. അങ്ങനെ അച്ഛന്ന് പറഞ്ഞാല് ഉമ്മച്ചിന്റെ അനിയത്തിയാണ്. ഉമ്മച്ചിക്ക് 2 അനിയത്തികളുണ്ട്. സുമി എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിന്റെ 3ാമത്തെ അനിയത്തി. രണ്ടാമത്തെ അനിയത്തി. രണ്ടാമത്തെ അച്ചി 3ാമത്തെ. അപ്പൊ ട്രാവലർ എത്തിയിട്ട് കാണാം. ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിക്കണം. ഒക്കെയാണ് ഇവിടുന്ന് ഈ കാട് കയറണം. കാടല്ല, ഒരു ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ നല്ല കാടാണ്. മഴ പെയ്തിട്ട് ചെളി കാണാം. അപ്പൊ നമുക്ക് വേഗം പോകാം. ഞങ്ങൾ കേറി ഇനി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഇത് എന്ത് കുഴിയാന്നറിയോ? ഇത് എന്ത് കുഴിയാന്ന് വെച്ചാൽ മഴക്കുഴി. ഈ കുഴി ഞങ്ങളോട് ഞങ്ങളപ്പുറത്തോട്ട് ആള് പറഞ്ഞതാണ്. ഈ കുഴി കുഴിച്ചാല് നമ്മളെ തൊഴിലുറപ്പേർക്ക് പൈസ കിട്ടുമത്ര. എനിക്കൊന്നും അറിയില്ല. അതാണ് ഈ കുഴിന്റെ പ്രത്യേകത. ഇന്നോട് ഒരു താത്ത പറഞ്ഞതാണ്. ഇത്ര കഴിയുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും അറിയണത് കമന്റ് ബില്ല്. ആ കാടൊക്കെ ഇവിടൊക്കെ ഭീകരമായ ഇവിടെ ഒരു വീടുണ്ട്. ഒരു റോഡ് പോലത്തെ ഒടും ഭീകരമായ വഴി കൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു എനക്ക് പാമ്പളൊക്കെ ഉണ്ടാവും. നല്ല കുറുനരി ഉണ്ട്. കുറുനരി വെച്ചാൽ കുറുക്കന്റെ വകയിൽ വരുന്ന ഒരു സാധനമാണ് കുറുനരി. അവിടെ എത്തിയിട്ടില്ലേ? കുറച്ചുകൂടി ഞങ്ങൾ പോയാൽ അവിടെ എത്തും. എവിടെ? അപ്പൊ നമുക്ക് റൊട്ടി ചെയ്ത് കാണാം. അപ്പൊ ഇതാണ് എന്റെ കോസ്റ്റ്യൂം. അപ്പൊ എന്റെ കോസ്റ്റ്യൂം ഇതാണ്. പിന്നെ അമ്മച്ചി പറഞ്ഞു ദിയാന്റെ കുറച്ച് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് വരുമ്പോഴത്തേനും വണ്ടി വന്നു. അപ്പൊ ഞങ്ങൾ വണ്ടിക്ക് വേഗം ഓടി. ഛർദിക്കാനുള്ള വണ്ടി ആ ചുവപ്പ് ചുരിദാർ ഇട്ടിട്ട് ആരെ കയറിപ്പോയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി കയറിയിട്ട് ഒരു സീറ്റ് ഇരുന്നു. പക്ഷേ സീറ്റ് ഇരുന്ന പാടന്നെയൊക്കെ ഛർദ്ദിക്കാൻ വന്നു. അവിടെ ചന്ദനത്തിൽ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണം കിട്ടിട്ടൊക്കെ ഛർദ്ദിക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മച്ചോട് പറഞ്ഞ ഒരു മുട്ട എടുത്തിട്ട് എന്നിട്ട് ഞാൻ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ കർമ്മത്തി. കർമ്മൻ്റെ പുഴ ഇതാ പുഴയല്ല പുഴ. അങ്ങനെ ഇതാ പിന്നെ ഇത് കടലാണ് കേട്ടോ. കടൽ. ആ കടലിൻ്റെ സൈഡിലായിട്ട് കുറേ പാറകളുണ്ട് കേട്ടോ. കുറേ ഉണ്ട്. അങ്ങനെ ആ കടൽ തീരുന്ന വരെ ഇതുണ്ട്, പാറകളുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ കടലിൻ്റെ അടുത്ത് നൈറ്റ് കുറേ വീടുകളുണ്ട് കേട്ടോ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ വീടുകളുണ്ട്. പിന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ദിയയും ഉണ്ണികളെല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് വെച്ചാൽ ഡാൻസ് അല്ല, അങ്ങനെ കൈയൊട്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ കൈയൊട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ദിയൊക്കെ അതാടി എന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ദിയാൻ്റെ മുടിയൊക്കെ ലാസ്റ്റ് ദിയാക്ക് ഇരിക്കാൻ പറ്റാത്ത സമയം. ദിയാക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. നല്ല അത്രക്ക് സ്പീഡിൽ ട്രാവലർ പോയിട്ട് ദിയാക്ക് ഇരിക്കാൻ പറ്റാത്ത കാരണം ദിയാനോട് അക്കുവിനോട് പറഞ്ഞു, ദിയ എടാ ജിങ്ങണ്ടി ഇരിക്കട, ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല പറഞ്ഞിട്ട് ഇവർ രണ്ടാളും അങ്ങനെ സീറ്റൊക്കെ മാറി ഇരുന്നു. എന്നിട്ട് ഇതെല്ലാവരും ഡാൻസ് കളിക്കുകയാണ്. ആ ബ്രൗൺ ഇട്ടത് ആരാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മക്കളാണ് കേട്ടോ. ഉമ്മക്ക് 2 അനിയത്തികളുണ്ട് പറഞ്ഞില്ലേ, അതിലത്തെ ഒരു അനിയത്തിൻ്റെ മക്കളാണ്. പിന്നെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ ബോട്ട് കണ്ടു കേട്ടോ. ബോട്ടാണോ കപ്പലാണോ
അങ്ങനെ ഇതാ ഞങ്ങൾ കുഞ്ഞുമാൻ്റെ വീടെത്തി. അവിടെ പിന്നെ കണ്ണീത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കണ്ണീത്തുള്ളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുറേ കണ്ണീത്തുള്ളി ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. കണ്ണീത്തുള്ളീൻ്റെ ശരിക്കത്തെ പേര് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് കണ്ണീത്തുള്ളിന്ന് അറിയുള്ളൂ. ഉമ്മച്ചി പിന്നെ സ്കൂളിൽ പോണ സമയത്തൊക്കെ കുറേ ഇത് ഇറ്റിച്ച് നടന്നിട്ടുണ്ട് അത്ര കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടിപ്പത്തിരി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചട്ടിപ്പത്തിരി തിന്നണത്. നിങ്ങളൊക്കെ തിന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനത്തെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണം. കുഞ്ഞുമാൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, പാറമട എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനത്തെ ഈ കാടുകൾ ആണ് കേട്ടോ. അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറേ കണ്ണീത്തുള്ളി ഉണ്ട് കേട്ടോ. തീയതാ ഇങ്ങനെ പറിക്കണമല്ലാതും കണ്ടോ. ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ ഈ കണ്ണീത്തുള്ളി ഇങ്ങനെ കാണാൻ. വെള്ളം ഇങ്ങനെ വെച്ച പോലെ, പക്ഷെ ഇത് വെള്ളമല്ല, എന്തൊരു ജെല്ലിയാണ് കേട്ടോ. ഞാൻ കുറേ പൊട്ടിച്ചിട്ട് കണ്ണീർ തേച്ചു. പക്ഷെ എനിക്ക് ആദ്യമായിട്ട് തേക്കണ കൊണ്ടാണെന്നറിയില്ല, ഇങ്ങനെ കണ്ണിങ്ങനെ ചൊറിയണ പോലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ കുറേ തേച്ചിട്ടോ. എന്നിട്ട് പിന്നെ എനിക്ക് അവിടെ ഒരു പൂ കണ്ടപ്പോൾ വേണം എന്ന് തോന്നി. പൂ വേണം കേട്ടോ. അപ്പം ഞാൻ വേഗം ഓടിയിട്ട് ആ പൂ പറിച്ചു. എന്നിട്ട് ഞാൻ വന്നു. എൻ്റെ ചെവിയിലിരിക്കണേ ആ മഞ്ഞ പൂവിൻ്റെ, പിന്നെ ഇതാ ഞാനിപ്പോൾ ഈ വെക്കണ പൂവിൻ്റെ പേരിക്കറിയില്ല. ആ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ സാധനത്തിൻ്റെ പേരും കണ്ണീത്തുള്ളിൻ്റെ പേരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ലല്ലോ എൻ്റെ കണ്ണ് ചൊറിയുന്നു. എന്നിട്ട് ഞാൻ കുറേ ഇറ്റിച്ച് കുറച്ച് ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് ചൊറിയിച്ചിൽ തുടങ്ങി. ഞാൻ അപ്പോൾ കാണിച്ചിരുന്നില്ല ഒരു വഴി, ആ വഴി കൂടെയാണ് ശരിക്കും ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷെ അങ്ങ് വേറെ വഴി കൂടെ ഉണ്ട് പോകേണ്ടി. അപ്പോൾ എൻ്റെ ഉണ്ണികൾ പറഞ്ഞു അവിടെ അത് നായ എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കി നോക്കുമ്പോൾ ശരിക്കും നായ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകണം കണ്ടപ്പോൾ കുറേ താത്തമാരവിടെ ഇട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ചു നിങ്ങൾ എടുക്കുക മക്കളെ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പാറമടയ്ക്കാണ്. അപ്പോൾ പറഞ്ഞു അവർ പാറമടയ്ക്ക് ഇങ്ങനെയല്ലേ പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതാ ബാഗ് ഓടിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞാനിതാ ശരിക്കത്തെ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓടണം. അങ്ങനെ എന്താ ഞങ്ങൾ പാറമടയ്ക്ക് എത്തിട്ടോ. ഇവിടെ നിറച്ചും പാറകളാണ്. നിറച്ചെന്ന് വെച്ചാൽ നിറച്ച് പാടകൾ, പിന്നെ പാറകളാണ്, പാടകളല്ല കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല മുള്ളുചെടികളുണ്ട് കേട്ടോ. എൻ്റെ കാലമേലൊക്കെ നല്ല കുറേ കുത്തിയിരിക്കണം മുള്ളുചെടികൾ. പിന്നെ ഇതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഒരു കുളം പോലെ ഉണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം ആഴുണ്ട് തോന്നുന്ന ഒരു കുളം. കുറേ ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുളങ്ങൾ. പിന്നെ എൻ്റെ മാമന്മാരൊക്കെ എന്താണ് കുറച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കണമെങ്കിൽ അവർ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ അവിടെ ഒരു പുളിമരമുണ്ട്. പിന്നെ ഞങ്ങൾ കുഞ്ഞുമാരിട്ട് വന്നപ്പോൾ കുഞ്ഞുമ്മ നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ച്. ഉച്ചക്കത്തെ ചോറ് നിന്ന വീഡിയോ ഞങ്ങൾ എടുക്കാൻ മറന്നു കേട്ടോ. ചോറ് നിന്ന വീഡിയോ എടുക്കാൻ മറന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും കൂടി പറഞ്ഞു കേട്ടോ, ഓർമ്മയില്ലാണ്ട് പറയണം. എന്താണ് അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. പിന്നെ ഇതാ നല്ല കാറ്റുണ്ടായിരുന്നിട്ട് അവിടെ നമ്മളിങ്ങനെ അത്രയ്ക്ക് നല്ല കാറ്റുണ്ട്. അങ്ങനെ ദിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. ദിയാൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പറന്നു പോവുക. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഉപ്പിലിട്ടത് കഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഉപ്പിലിട്ട മാങ്ങ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുള്ള മാങ്ങ. പിന്നെ ഞങ്ങൾ അവിടുന്ന് കടല മേടിച്ചു കേട്ടോ തിന്നാൻ. അങ്ങനെ ഞങ്ങൾ കടലൊക്കെ തിന്നു അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ബീച്ചൊക്കെ കണ്ടിട്ട് കുറേ നേരം ഇരുന്നൊക്കെ കേട്ടോ ഞങ്ങളവിടെ. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ എന്താ വീട് എടുക്കണമെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ തിരകൾ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോണ സ്ഥലത്ത്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ മാമ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഡാൻസ് നിർത്തി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു. മന്തിയാണ് കേട്ടോ മേടിച്ചത്, പെരി അൽഫാമും മന്തിയും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.